പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇത് സ്വകാര്യ ബസ് മേഖലയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അതിന്റെ തുടക്കമെന്നുള്ള ഇപ്പം ജൂലൈ മാസം 20 തൊട്ട് അവർ സമരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ. അതിൽ നിന്നൊരു മാറ്റം പിന്നീട് ഉണ്ടായെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എനിക്ക് തോന്നുന്നു നിലവിൽ ഇപ്പോഴും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ പോകുന്ന വാർത്ത ഈ 20 മുതൽ ഇവർ സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ സമരം തുടങ്ങിയിട്ടുണ്ട്. എവിടെ? പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടർന്നുള്ള പ്രതിസന്ധിയിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ ജീവനക്കാർ ഇന്ന് പണിമുടക്കുകയാണ്. പ്രതിസന്ധിയിൽ അടിയന്തരമായ ഒരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. പല ജില്ലകളിലും ബസ് സർവീസ് തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്, ടാക്സി, ഓട്ടോ തൊഴിലാളികളുടെ സംഘടനയുടെ സംയുക്ത യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. CITU, BMS ഉൾപ്പെടെയുള്ള സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം നടക്കുന്നത്. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, ഗുഡ് മോർണിംഗ്. രതീഷ്, പറയാവുന്ന രീതിയിലൊക്കെയും സ്വകാര്യ ബസ് ഉടമകൾ അവരുടെ പ്രതിസന്ധി അത് സർക്കാരിനെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു. സർക്കാരിനെ അറിയിച്ചു. അവർക്കും അത് ബോധ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു നടപടിയിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. അല്ലെങ്കിൽ സ്വകാര്യ ബസ് ജീവനക്കാർ അവർ നേരിടുന്ന പ്രതിസന്ധിയിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സൂചനാ പണിമുടക്ക് ആരംഭിക്കുകയാണ് കാസർഗോഡ്. വിവരങ്ങൾ എന്താണ്? സേതു, തീർച്ചയായും ഒരു ക്ഷേമ സങ്കല്പം, ഒരു ക്ഷേമ പ്രഖ്യാപനം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ ആദ്യം സ്വാഗതം ചെയ്ത ഈ സ്വകാര്യ ബസ് മേഖല ഉൾപ്പെടെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പ്രധാനപ്പെട്ട റൂട്ടുകളൊക്കെ തന്നെ KSRTCയുടെ കൈവശമാണ്. അതുപോലെ തന്നെ ഉൾനാടുകളിലെ ഭൂരിഭാഗം റൂട്ടുകളും സ്വാഭാവികമായിട്ടും സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ അതിർത്തി ജില്ല എന്ന നിലയിൽ, മലയോര ജില്ല എന്ന നിലയിലൊക്കെ തന്നെ കാസർഗോഡിൻ്റെ ഈ സ്വകാര്യ ബസ് മേഖല പൊതുവെ പിന്നാക്കം നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയദർശിനി ബസ്സിൻ്റെ ഈ സർവീസും ഈ സമ്പ്രദായങ്ങളൊക്കെ വരുന്നത്. അത് അവരെ കൂടുതൽ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ബസ് നിർത്തിയിട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇതൊരു സമരമല്ല, ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സംയുക്തമായി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നുണ്ട് 10 മണിയോടെ. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. ജീവനക്കാരുടെ വീടുകളിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ കാണണം, അല്ലെങ്കിൽ സർക്കാർ തന്നെ തങ്ങളുടെ സ്വകാര്യ ബസ്സുകളെ ഏറ്റെടുക്കണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ച് ഉൾനാടൻ മേഖലകളിലൊക്കെ പ്രധാനമായിട്ടും സ്വകാര്യ ബസ്സുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി വന്നതോടെ, ഈ പ്രതിഷേധമായതോടെ ഇന്ന് ഉൾനാടുകളിൽ പണിക്ക് പോകാൻ പോലും പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ജോലിക്കാരാണ്, കൂലിപ്പണിക്കാരായ ആളുകളാണ്. ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് രാവിലെ ഇല്ല സാറേ, നമുക്ക് രാവിലെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എപ്പോഴും രാവിലെ 7 മണി ഉള്ളിൽ 8 മണി ഉള്ളിൽ പണിക്ക് പോകണം. ഈ ഉള്ളിൽ പോകുന്ന ബസ്സെല്ലാം ഇല്ലാതെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവിടെ സിമെൻറ്റ്, ചായ, ചോറെല്ലാം ആക്കിനി. ഇപ്പോൾ നമ്മൾ എങ്ങനെ പോകണമെന്ന് അതന്നെ ആലോചിക്കുന്നുണ്ട്. ഉൾനാടുകളിലൊക്കെ KSRTC ഇല്ലെന്നാണ്? KSRTC ഇല്ല സാർ, കുറേ ദിവസമായി. അവിടെ എപ്പോഴും ഇല്ല. ഇത്ര ദിവസമെല്ലാം ഈ ബസ്സിനെ പോയിനി. ഇപ്പോൾ സഡൻലി ബന്ധാക്കി നമുക്കെല്ലാം പെട്ടെന്ന് ബുദ്ധിമുട്ടായിനി. ಅದನ್ನು ഇപ്പോൾ നമുക്ക് എങ്ങനെ ആക്കണം അത് അറിയുന്നില്ല. ഇപ്പോൾ ನಾವು എന്താക്കണമെന്ന് ഇപ്പോൾ ಎಲ್ಲ സിമെൻറ്റ് ಬಂದಿನ ಆಡ ചോറ് ಹಾಕಿನಿ, ചായ ಹಾಕಿನಿ, ನಮ್ಮ പണിക്കാർക്കെല്ലാം അതെല്ലാം ബുദ്ധിമുട്ടായി നമുക്കിപ്പോൾ. എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ? ഗവൺമെൻറ്റിന് അത് എന്താക്കണം എന്നൊരു ദിവസം നോക്കാം എങ്ങനാവും. ಮತ್ತು നാളെ എന്താ തീരുമാനം ചെയ്യണം അത് ഇവിടെ ഇപ്പം മേസ്ത്രിമാർക്ക് അവർക്കെല്ലാം നമുക്ക് കൊണ്ടുപോകണം. അപ്പം മുതലാളിമാർക്ക് അവർക്കെല്ലാം മനസ്സിലാവും അതെങ്ങനെ ആക്കണം. അപ്പോൾ ഇന്ന് സഡൻലി ബന്ധായില്ല, ಯಾರಿಗೂ അറിയില്ല. രാത്രി ചിലപ്പോൾ ആൾക്കാരുണ്ട്, ചിലപ്പോൾ ആൾക്കാരില്ല. ഇങ്ങനെ ഉണ്ടെന്ന് അതന്നെ ബുദ്ധിമുട്ടായിന്. നാളെ ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നാളെ എന്താവണം നോക്കണം. അത് നോക്കിയെങ്കിൽ സേതു, തീർച്ചയായും ഈ സാധാരണ തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആകെ ബുദ്ധിമുട്ടിലാവുന്നത്. കാരണം അവർക്ക് മറ്റു വാഹനങ്ങൾ ഏർപ്പെടുത്തി തൊഴിലിടങ്ങളിൽ എത്താൻ പറ്റില്ല. എന്തായാലും വലിയ പ്രതിസന്ധിയാണ്. ഇത് പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. എന്തായാലും ഇന്ന് സംയുക്ത മോട്ടോർ തൊഴിലാളിയുടെ യോഗം, രതീഷ്, ഇന്നിപ്പോൾ യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇന്നെങ്കിലും അവർക്ക് ആശാവഹമായ ഒരു തീരുമാനം, ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.